കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. അഭിമുഖത്തിനിടെ താൻ സിംഗിളാണെന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് താരം ഗബ്രിയോട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയല്ലേ, ലിവിങ് ടുഗദർ അല്ലേ എന്നൊക്കെ നടൻ ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്ന വീഡിയോയാണത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ അതോ ഞാൻ തെറ്റിദ്ധരിക്കുന്നതാണോ എന്ന് അറിയില്ലെന്നാണ് സിംഗിളാണെന്ന ഗബ്രിയുടെ മറുപടി കേട്ട് ഷൈൻ പറഞ്ഞത്. വീഡിയോ വൈറലായപ്പോൾ ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനുമായി ഉണ്ടായ ഗബ്രിയുടെ അടുപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ഹൗസിൽ വെച്ച് സൗഹൃദത്തിനപ്പുറമൊരു ബന്ധം ഇരുവരും തമ്മിലുള്ളതായി ഹൗസ്മേറ്റ്സും പ്രേക്ഷകരും വരെ സംശയിച്ചിരുന്നു. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അങ്ങനെയൊന്നുമില്ലെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. സിംഗിളാണെന്ന് പറയുന്ന ഗബ്രിയുടെ വീഡിയോ വൈറലായതോടെ യൂട്യൂബർ ഷഫീന ബീവി രംഗത്തെത്തി. അവർ ജാസ്മിൻ ഗബ്രി സൗഹൃദത്തെ വിമർശിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സുഹൃത്തായിട്ട് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ലെന്നാണ് താൻ മനസ്സിലാക്കിയതെന്ന് ഷഫീന ബീവി പറയുന്നു. തേപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, ചതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഷൈൻ അതിശയിച്ച് അന്തം വിട്ടിരിക്കുകയാണ്. ഇത് ഒരു പെണ്ണാണ് ചെയ്തിരുന്നെങ്കിൽ എന്താകുമെന്നായിരുന്നു അവസ്ഥ. ഇവർ തമ്മിൽ പ്രണയമാണോ എന്നത് ആ സീസൺ മുഴുവൻ സംശയമായിരുന്നു. അവസാനം മോഹൻലാൽ വരെ ചോദിച്ചു. ഉടനെ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ ലാലേട്ടാ എന്ന്. ഭയങ്കര ഹൈപ്പിൽ നിന്ന എവിടെയോ എത്തേണ്ട കൊച്ചായിരുന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഗബ്രി സിമ്പിളായി പറയുന്നുണ്ട്, ഐ ആം സിംഗിൾ റെഡി ടു മിങ്കിൾ എന്ന്. പക്ഷേ ജാസ്മിൻ്റെ അവസ്ഥ എന്താണ്? പൊന്നുപോലെ നോക്കുന്ന ഒരു കുടുംബം വന്നതാണ്. ബിഗ് ബോസിന് പോകാൻ എയർപോർട്ടിൽ വരെ കൊണ്ടുവിട്ടതാണ്. അത്രത്തോളം സ്നേഹിച്ച പയ്യനെ ചവിട്ടിക്കളഞ്ഞു. അവസാനം ആ ചെറുക്കൻ കരഞ്ഞു. കർമ്മഫലം എന്നാൽ ഇതൊക്കെയാണ്. ഒരു സാധാരണക്കാരൻ്റെ സംശയമാണ് ഷൈൻ ആ വൈറൽ അഭിമുഖത്തിൽ ഗബ്രിയോട് ചോദിച്ചത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സദാചാര അമ്മായി എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറാനായി വരും. ചില സംസ്കാരം നമ്മൾ സംരക്ഷിക്കണം. ജാസ്മിനെ പെങ്ങളായിട്ട് എങ്കിലും ഗബ്രി കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ ചീത്തപ്പേര് വാങ്ങി തന്ന് നിസാരമായി ഇരുന്ന് കൈകഴുകി വർത്തമാനം പറയുമായിരുന്നില്ല. തലകുത്തി നിന്നാലും ഈ ബന്ധം അങ്ങനെയല്ലായിരുന്നു എന്ന് പറയാൻ ജാസ്മിനും ഗബ്രിക്കും കഴിയില്ല. നഷ്ടപ്പെട്ട ജാസ്മിനാണ്. നല്ല അവസരങ്ങൾ കിട്ടുമായിരുന്ന കുട്ടിയാണ്. ആ കപ്പ് പോലും അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. അവസാനം പട്ടിക്കൂട്ടിൽ ഇരുത്തി കൊണ്ടുപോയി. എൻ്റെ ചാനൽ പൂട്ടിക്കാൻ പൈസ വരെ കൊടുത്ത മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് കിട്ടണമെന്ന് എനിക്ക് തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ജാസ്മിനെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. സുഹൃത്തായിട്ട് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ലെന്നതാണ് വസ്തുത. എന്തിനോ വേണ്ടി തിളച്ചതാണ്. ജാസ്മിൻ്റെ ലൈഫ് വെച്ച് കളിച്ചത് സായി കൃഷ്ണയാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു മുന്നേറുമെന്ന കുട്ടിയാണ് ജാസ്മിൻ. ശ്രമിച്ചാൽ നന്നായി തിരിച്ചു വരാൻ ജാസ്മിന് കഴിയും. കൂടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഒരു സൂചന കിട്ടിയാൽ അപ്പോൾ തന്നെ അതിൽ നിന്നും പുറത്തു വരണം. അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം ദോഷമുണ്ടാകുമെന്ന് ഗബ്രിയുടെ വാക്കുകൾ കേട്ടെങ്കിലും മനസ്സിലാക്കുക. അവന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നിനക്കു നഷ്ടത്തിൻ്റെ വലിയൊരു കണക്ക് തന്നെയുണ്ട്. ജാസ്മിന് ഗബ്രി വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ അവഹേളിക്കില്ലായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പോലും തിരുത്തി ഗബ്രി പറഞ്ഞില്ലെന്നുമാണ് വിഷയത്തിൽ സംസാരിക്കവേ ഷഫീന ബീവി പറഞ്ഞത്.